നമസ്കാരം സുഹൃത്തുക്കളെ, ഗോപകുമാർ. എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ആധ്യാത്മികമായ കാര്യങ്ങൾ, മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന എൻ്റെ ചെറിയ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് പ്രചോദനമാവേണ്ടത്. ലോകപ്രശസ്തരായ ഒരുപാട് തത്വചിന്തകർ നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയവർ ഒരുപാട് പേരുണ്ട്. അവരുടെ വാചകങ്ങൾ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളൊക്കെ ഇന്നും മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു വന്നത്, അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് എയർ എന്നൊരു പുസ്തകമുണ്ട്. ഞാനത് കുറച്ച് വായിക്കാനേ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ. എങ്കിലും അത് വാങ്ങി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ജീവിതത്തിന് എങ്ങനെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നേരിടുക എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് വേർഡ്സിന് അഥവാ ഇംഗ്ലീഷ് വാക്കുകളെ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ അതിൻ്റെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് തന്നെ മാറ്റി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ഡിഫൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇമ്പോസിബിൾ എന്ന ഒരു വാക്കാണ്. നമുക്കറിയാം അസാധ്യം എന്നാണ്. അപ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് നെപ്പോളിയൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് പരാജയങ്ങളിൽ നിന്ന് കയറി വരാൻ, പരാജയങ്ങളെ കവർ ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അതിൻ്റെ കാരണം ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാവർക്കും നമുക്ക് അത് സമയമെടുക്കും. പക്ഷേ നമ്മൾ അതിനെയെല്ലാം റിക്കവർ ചെയ്യാനുള്ളൊരു മാനസിക ശേഷി അല്ലെങ്കിൽ അറിവ് തീർച്ചയായിട്ടും നമ്മൾ ആർജിക്കണം. നമ്മുടെ ഉള്ളിലുള്ള അപാരമായ ശക്തിയെക്കുറിച്ച് നമുക്ക് എപ്പോഴും ബോധ്യം വേണം. അത് പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാണ് ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ. കഴിയുന്നതും നമ്മൾ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു അവസരമായി അതിരാവിലെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് കിടക്കയിലിരുന്ന് ധ്യാനം ചെയ്യുക. ഇതൊക്കെ പലരും പല അഫർമേഷൻസിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, എനിവേ അബ്ദുൽ കലാം സാർ ഇമ്പോസിബിൾ എന്നൊരു വാക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വളരെ അത്ഭുതകരമായ രീതിയിലാണ്. IMPOSSIBLE, ഇമ്പോസിബിൾ അഥവാ അസാധ്യം. ആ വാക്കിനെ അദ്ദേഹം രണ്ടാക്കി മുറിച്ചു എന്നുള്ളതാണ്. IM എന്നുള്ളത് മാറ്റി ഐയുടെ മുകളിൽ ഒരു അപ്പോസ്ട്രോൾ ഇട്ടു. അപ്പോൾ അയാം എന്നായി. രണ്ടാമത്തെ വാക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ വരുന്നത് പോസിബിൾ എന്നാണ്. അപ്പോൾ ഇമ്പോസിബിൾ എന്ന വാക്കിനെ അദ്ദേഹം മുറിച്ച് മാറ്റിയിട്ട് അതിന് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും തന്നെ മാറി. ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാം പോസിബിൾ എന്ന ഒരു അർത്ഥത്തിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അസാധ്യമായി ലോകത്തൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്കതിനെ കാണാം. അപ്പോൾ എപ്പോഴും നമ്മൾ ലൈഫിനെ പോസിറ്റീവായി നേരിടുക എന്ന് എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നു. പലപ്പോഴും പലർക്കും ദേഷ്യം വരും ഇത് കേൾക്കുമ്പോൾ. കാരണം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കും ഇത് കേൾക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കും. നമുക്ക് മാത്രമേ അത് സാധിക്കൂ. അതിനെയാണ് നമ്മൾ ഈശ്വരവിശ്വാസവും പ്രപഞ്ചശക്തിയോടുള്ള നന്ദിയും മെഡിറ്റേഷനുമല്ല. ഓക്കെ, ഏതൊരു പരാജയത്തിൽ നിന്ന് കരകയറി വിജയികളാവാനായി എല്ലാവർക്കും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.